3 പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഇടുക്കിയിൽ പിടിയിലായി. ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുറ്റിയാണ് പിടിയിലായത്. NIA സംഘം മൂന്നാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് ഈ പ്രതി പിടിയിലായത്? കൃഷ്ണ, ഈ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ സഹൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി NIA സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണം ഈ കുടുംബത്തിന് മേലും അതുപോലെ തന്നെ സഹന്റെ മേലും ഉണ്ടായിരുന്നു. ചില സംശയങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പേര് ഇയാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജാർഖണ്ഡിൽ 3 പോലീസുകാരെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയാണ്. പിന്നീട് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്തായാലും NIA സംഘത്തിന്റെ അന്വേഷണത്തിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിരീക്ഷണം കഴിഞ്ഞ കുറച്ച് നാളുകളായി സഹനിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയിൽ മൂന്നാർ പോലീസിന്റെ സഹായത്തോടുകൂടി ഗൂഡാർവിള എസ്റ്റേറ്റിൽ നിന്ന് ഈ സഹനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സുരക്ഷയിൽ പാർപ്പിച്ചിരിക്കുകയുമാണ്. ഇന്ന് NIA കസ്റ്റഡിയിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് മാവോയിസ്റ്റ് സംഘങ്ങളുമായുള്ള ബന്ധം കൂടി NIA സംഘം സംശയിക്കുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യും. എന്തായാലും ഇയാളെ ഇന്ന് രാവിലെ തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. രാഹുൽ, ഒരു കാര്യം കൂടെ, ഈ കേരളത്തിൽ എത്തിയതിനു ശേഷം ഈ മട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ തുടരുകയോ മറ്റോ ചെയ്തിരുന്നോ? അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? പക്ഷെ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇത്ര സുരക്ഷിതനായിട്ട് ഈ സഹന് താമസിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൂന്നാർ പോലീസും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മൂന്നാറിൽ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ, അതായത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട സംഭവമുണ്ട്. ഇതുവരെ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതും ഗൂഡാർവിള എസ്റ്റേറ്റിൽ തന്നെയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി വിശദമായി തന്നെ പരിശോധിക്കും മൂന്നാർ പോലീസ്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കേസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ജാർഖണ്ഡിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ള ഈ അറസ്റ്റ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.